ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ വേഗം തന്നെ പോയി കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് ബിസി സൺഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് പപ്പയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അവിടെ കുറച്ച് പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുയല്, പൂച്ച, മീൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഒരു ആഗ്രഹം തോന്നി. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോകാന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് ബ്ലോഗ് ആക്കി നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുയലിനൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് പോവാം. അതിനുശേഷം നമ്മുടെ കസിന്റെ വീട്ടിൽ നമുക്കിന്ന് വിരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ അവിടെയും പോകണം. അപ്പൊ അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് പോവാം. രണ്ടുപേരും കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം പെറ്റ്സും കാര്യങ്ങളൊക്കെ മേലിലാണ്. അപ്പം നമുക്കിത് നേരെ അകത്തോട്ട് പോവാം. അങ്കിൾ അകത്തോട്ട് പോയിട്ടുണ്ട്. നമുക്ക് പോവാം. അപ്പം നമുക്ക് പോവാം. അത് ഞാൻ കാണാൻ വന്നായിട്ടില്ല. ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ച പപ്പട അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് അല്ല, ചെറിയൊരു ഗ്രേ. അപ്പൊ ഫസ്റ്റ് ഒരു സെറ്റ് കണ്ട്, ഇനിയുണ്ട്. നമുക്ക് നേരെ അതുകൂടെ കാണാം. വെയിലാണ് കേട്ടോ. വെയിലായതുകൊണ്ട് ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെയിലായതുകൊണ്ട് നമുക്ക് തന്നെ വെയിൽ പറ്റത്തില്ല. ഒരാളിവിടെ ഒറ്റയ്ക്ക് മാറിക്കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് ഒറ്റയ്ക്ക് മാറി പായും തലയാണൊക്കെ വെച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമൊന്നുമല്ല. അത് ഒരു ജീവിയാ. അതൊരു കൂട്ടി കിടക്കുന്നത്. അതല്ല ഉദ്ദേശിച്ചത്. മറ്റേ അതിൽ 3 പേരുണ്ട്. ഇത് ഒറ്റയ്ക്കല്ലേ ഉള്ളു. അങ്ങനെ അപ്പൊ നമുക്ക് കാണാം. കാണിച്ചു കൊടുക്ക്. ഇപ്പൊ നമ്മളാ വെള്ളം മുയിലുണ്ട്. ആൽബിനോ കളർ, ആൽബിനോ എന്നാണ് പറയുന്നത്. ഗ്രേ കൂടിയ സാധനം. അതാണ് വെള്ള വരുന്നത്. അതിന്റെ പിന്നെ കണ്ണ് നല്ല ചോപ്പായിരിക്കും. അതാണ്. അതിന് ഏകദേശം ഇപ്പൊ 1 വയസ്സിന് മുകളിൽ പ്രായം കാണും. ഗ്രേയും വൈറ്റും കൂടെ മിക്സ് ചെയ്തത്. അത് ഫീമെയില്. അപ്പം ആ മുയലും ഇതിന് രണ്ടിനെ കൂടെ ഒന്നിച്ചാണ് ഞാൻ കുഞ്ഞിലെ മേടിച്ചത്. ഏകദേശം ഒരു 3 മാസം പ്രായമുള്ള സമയത്താണ് നമ്മൾ അതിനെ മേടിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ ഇച്ചിരി നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ നമുക്കത് ബ്രീഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ബ്രീഡ് ചെയ്തതാണ്. ആദ്യത്തെ ഇതില് 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 4നെ അത് 3 അളിയനങ്ങ് അടിച്ചോണ്ട് പോയി. പിന്നെ ഒരെണ്ണേ ഉള്ളായിരുന്നു ഇവിടെ. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങള്, 4 അതിന് 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ദിവസം രാവിലെ വരുമ്പോൾ ഇത് പ്രസവിച്ച് കളഞ്ഞു. 2 കുഞ്ഞുങ്ങൾ ഓൾറെഡി അത് ചത്ത് കളഞ്ഞത്. 4 കുഞ്ഞുങ്ങളെ അതിനകത്ത് നമുക്ക് കിട്ടി. ലാസ്റ്റ് പ്രസവിച്ചെന്ന് പറഞ്ഞാൽ കിട്ടിയത് 2 കുഞ്ഞുങ്ങൾ. കാരണം നമുക്ക് ഈ ചൂടൊക്കെ സമയത്ത് ഈ പുല്ലുകളൊന്നും അധികം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അത് എനിക്ക് തോന്നുന്ന ഫുഡ് കുറഞ്ഞതിന്റെ ആയിരിക്കാം. ഈ പ്രാവശ്യം 3 കുഞ്ഞുങ്ങളെ ഉള്ളായിരുന്നു. അതിൽ 2 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി. ഞാനും നോക്കും, അവനാണ്. ഇപ്പം തീറ്റയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുക്കും. പെല്ലറ്റ് മേടിച്ചു കൊടുക്കും. പിന്നെ കൂടുതലും പുല്ലിപ്പോ നമുക്ക് ഇവിടെ ചൂട് സമയത്ത് ഇപ്പൊ കിട്ടാനില്ലാതുകൊണ്ട് മെയിനായിട്ട് പെല്ലറ്റും. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചോറ്, മീൻകറി അടിച്ച് ചോറ് കൊടുക്കാം. അത് നല്ലത്. ഇത് വളർത്തുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും നല്ല ലാഭകരമായ ആൾക്കാർ വളർത്തുന്നുണ്ട്. ഇത് കൃഷി എന്നുള്ള രീതിയിൽ വളർത്തുന്നവരുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ തന്നെ ഇപ്പൊ 2 മേടിച്ച് ഒരു 10-12 കുഞ്ഞുങ്ങളോടൊപ്പം ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു വർഷമായി. 1 വർഷമായിട്ടില്ല നമ്മൾ തുടങ്ങിയിട്ട്. അതിനുള്ളിൽ ഒരു 10-12 കുഞ്ഞുങ്ങൾ കിട്ടി. ഇത് നമ്മൾ കടയിൽ കൊടുക്കുവാണെങ്കിൽ, അതായത് ഈ പരുവത്തിൽ കൊടുക്കുവാണെങ്കിൽ ഒരു കുഞ്ഞിന് ഏകദേശം 150 രൂപ വെച്ച് നല്ല ലാഭകരമായിട്ട് വളർത്തുന്നത്. നമ്മൾ വീട്ടില് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സ്ഥലം മതി. ഇപ്പൊ നമുക്ക് ഇത് തന്നെ ഇപ്പം സ്ഥലമല്ലേ ഉള്ളൂ. 2, 3, 4 കൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വളർത്താൻ പറ്റും. പക്ഷെ അത് കുറച്ച് നേരത്തെ നമുക്കൊരു 1 മണിക്കൂർ നേരത്തെ ഒരു കഷ്ടപ്പാടൊക്കെയോ പറ്റും. നല്ല ലാഭകരമായിട്ട് അങ്ങനെ വളർത്താൻ അങ്ങനെ നോക്കാൻ പറ്റും. പൂച്ചയൊക്കെ ഉണ്ടല്ലോ.
അപ്പൊ കൊടുക്കുന്ന കാര്യങ്ങളല്ല, അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കുഞ്ഞിന്ന് പറഞ്ഞപ്പോ ഈ ഒരു കുഞ്ഞിന് നമ്മളിപ്പോ കടയിൽ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. അവിടെ ആണെങ്കിൽ നമ്മൾ 150 രൂപയ്ക്ക്. നമ്മൾ പാർട്ടിക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു ജോഡിയൊക്കെ ചിലപ്പോ ഒരു 400 രൂപ മിക്കവാറും ഒരു 400 രൂപയ്ക്കൊക്കെ. പപ്പയുടെ സുഹൃത്തിന്റെ മക്കളാണ് രണ്ടുപേരും. അപ്പൊ പേര് രാജിയ, രാജിത്. അപ്പൊ എന്താ പഠിക്കുന്നത്? ഞാൻ +2 നീ 7. പപ്പ എന്ത് കൊറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ ഓസ്കാർ കണ്ടിട്ടുണ്ടോ? അങ്കിളിന്റെ ഒരു സ്പെഷ്യൽ സാധനം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഗ്രേപ്പ് ജ്യൂസ് വിത്ത് സോഡ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഒന്ന് വിളിച്ചു നോക്കിയേ, ഒരു സ്പെഷ്യൽ സാധനമാണ്. കൊള്ളാം, സൂപ്പർ. അപ്പൊ നമ്മള് പെറ്റ്സിനെയും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇനി കസിന്റെ വീട്ടിലോട്ട് പോകണം. അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. അപ്പൊ നമ്മള് കസിന്റെ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. പിന്നെ നമ്മുടെ പെറ്റ്സിന്റെ ഒക്കെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ ഇനി വെറൈറ്റി ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.